നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തിയ പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവും. അതിന് ഏതു വഴിയും സ്വീകരിക്കും. ഇപ്പോഴിതാ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ഒരു ഒറ്റക്കൈ പ്രയോഗത്തിന് പാകിസ്ഥാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാന്റെ കൈവശം ഒരു നിധി ഉണ്ട്, പക്ഷേ അത് സ്ഥിതി ചെയ്യുന്നത് സ്വതന്ത്ര രാഷ്ട്രമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ്. 1995 സ്വർണത്തിന്റെയും കോപ്പറിന്റെയും കമനീയ ശേഖരം കണ്ടെത്തിയത് ബലൂചിസ്ഥാനിലാണ്. റെക്കോർഡിക് എന്നാണ് ഈ ശേഖരത്തെ അറിയപ്പെടുന്നത്. $1,00,000 കോടി മൂല്യം വരുന്ന 400 മില്യൺ ടൺ സ്വർണ ശേഖരം ഇവിടെ സ്ഥിതി ചെയ്യുന്നുമുണ്ട്. ഇത്രയും വലിയ സ്വർണ ശേഖരം കൈവശമുണ്ടെങ്കിലും അശാന്തമായ ബലൂചിസ്ഥാനും പാക് രാഷ്ട്രത്തിലെ അസ്ഥിരതയും അവർക്ക് വെല്ലുവിളിയായി മാറുകയാണ്. നിലവിൽ ഈ ഖനിയുടെ ഉടമസ്ഥാവകാശം ബാരിക് ഗോൾഡ് എന്ന കനേഡിയൻ ഖനന കമ്പനിക്കും പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ സർക്കാർക്കുമാണ് ഉള്ളത്. കനേഡിയൻ കമ്പനിയാണ് നേരെ പകുതി, അതായത് 50% ഓഹരി പങ്കാളികളായിട്ടുള്ളത്. ബാക്കിയുള്ള വിഹിതമാണ് പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ സർക്കാരുകളുടെ കൈവശമുള്ളത്. പാകിസ്ഥാനിലെ ഈ നിധിയിൽ സൗദി അറേബ്യയ്ക്ക് കണ്ണുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാലങ്ങളായി ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചും അതിൽ താല്പര്യമുള്ളതുകൊണ്ടും കൂടിയാണ് പാകിസ്ഥാനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സൗദി എല്ലായ്പ്പോഴും സഹായിച്ചിരുന്നത്. മുഴുവനായി വാങ്ങുക എന്നത് പ്രായോഗികമല്ലാത്തതിനാൽ തന്നെ ഭാഗികമായുള്ള ഒരു ഡീലാണ് സൗദി മുന്നോട്ട് വെക്കുന്ന ആശയം. പാക് സർക്കാരിന് അവകാശപ്പെട്ട ഓഹരിയിൽ നിന്ന് 15% ഈ ഡീലിൽ ഉൾപ്പെടുന്നത്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അതിൽ നിന്ന് ഈ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ശതകോടികൾ ചെലവഴിക്കാമെന്നാണ് മുഹമ്മദ് ബിൻ സൽമാന്റെ മറ്റൊരു ഓഫർ. ആപത്ത് കാലത്ത് സഹായിച്ച സൗദിയെ പിണക്കാനും കഴിയാത്ത അവസ്ഥയുണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ. എന്നാൽ ഈ വിഷയത്തിൽ ബലൂചിസ്ഥാൻ എടുക്കുന്ന നിലപാട് നിർണായകമാകും. സ്വർണഖനിയിൽ അവകാശം സ്ഥാപിക്കുക എന്ന സൗദിയുടെ കാലങ്ങളായുള്ള മോഹം നടത്തിക്കൊടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയെന്നാണ് പാകിസ്ഥാന് മുന്നിലുള്ള ഏക മാർഗം. പക്ഷേ പാകിസ്ഥാൻ തയ്യാറാകുമ്പോൾ ബലൂചിസ്ഥാൻ എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ബലൂചിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഉഭയകക്ഷി ബന്ധം ഇപ്പോൾ ആകെ അവതാളത്തിലായിക്കൊണ്ടേയിരിക്കുകയാണ്. പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗദിയുടെ ഈ ആഗ്രഹം എങ്ങനെയാണ് ബലൂചിസ്ഥാൻ അല്ലെങ്കിൽ ഈ പാകിസ്ഥാനും ഉൾക്കൊള്ളുക എന്നത് കണ്ടറിയേണ്ടതാണ്.